ഹായ്, എല്ലാവർക്കും സൈറയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലേ? അതെല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് പേപ്പറിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണുക എല്ലാവരും. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ, നിങ്ങൾ കണ്ടുപിടിച്ച ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നറിയാനും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ അതിലെന്തെങ്കിലും എളുപ്പവഴികൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൈറിലേക്ക്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീ എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നെറ്റ് എക്സാമിന് പണ്ട് ചോദിച്ചിരുന്ന ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഏറ്റവും പ്യോർ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാലോ നമുക്ക്. യെസ്, എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ഇതൊരു പ്രീവിയസ് ഇയർ നെറ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay, if a rectangle were called a circle a point a triangle and a triangle a square, the shape of a wheel is അല്ലെ? റെക്ടാംഗിളിനെ നമ്മൾ സർക്കിൾ എന്നും, സർക്കിളിനെ പോയിന്റ് എന്നും, പോയിന്റിനെ ട്രയാംഗിൾ എന്നും, ട്രയാംഗിളിനെ സ്ക്വയർ എന്നും വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വീലിന്റെ ഷേപ്പ് എന്നാണ് ചോദ്യം. വീലിന്റെ സാധാരണ ഷേപ്പ് ഏതാ? വീലിന്റെ സാധാരണ ഷേപ്പ് ഏതാ? സർക്കിൾ ആണ് അല്ലെ? അപ്പൊ ആ സർക്കിളിനെ ഇവിടെ എന്തെന്നാ വിളിക്കുന്നത്? നമ്മൾ പോയിന്റ് എന്നാ വിളിക്കുന്നത് അല്ലെ? സർക്കിളിനെ പോയിന്റ് എന്നാ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയ വീലിന്റെ ഷേപ്പ് ഏത് രൂപമായിരിക്കും? യെസ്, കറക്റ്റ്, പോയിന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, പോയിന്റ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സിമ്പിൾ അല്ലെ? നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന സംഭവത്തിന്റെ രൂപം എന്താണെന്ന് ആലോചിക്കാം. ആ രൂപത്തിന് നമ്മൾ എന്താണ് ഇവിടെ ഈ ഒരു പ്രത്യേക കോഡിൽ നമ്മൾ വിളിക്കുന്നത് നോക്കാം. അതായിരിക്കും അവിടുത്തെ ആൻസർ. ഓക്കെ അല്ലെ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 8/5 - 3/5 അല്ലെ? ഏറ്റവും ബേസ് ആയിട്ടുള്ള നമ്മുടെ ഏതിന്റെ ഫ്രാക്ഷൻസിന്റെ ഒരു ചോദ്യം അല്ലെ? രണ്ട് ഫ്രാക്ഷൻസിനെ, ഭിന്നസംഖ്യകളെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു നോക്കേണ്ടത്? ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ആയിരുന്നു അല്ലെ? ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ ഇവിടെ എത്ര കിട്ടിയേ? 5 ആണ് അല്ലെ? രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോഴും മൈനസ് ചെയ്യുമ്പോഴും ഡിനോമിനേറ്റേഴ്സിലേക്ക് നമ്മുടെ കണ്ണ് ആദ്യം പോകണം. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ആ ഡിനോമിനേറ്റർ ആയിട്ട്, നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് അതേ നമ്പറിനെ എഴുതി വെക്കാം അല്ലെ? അപ്പൊ ഇവിടെ എത്ര എഴുതി വെക്കാം? 5 എന്ന് എഴുതി വെക്കാം അല്ലെ? ഇനി എന്താ ചെയ്യേണ്ട അടുത്ത പരിപാടി? നമ്മുടെ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ഇവിടെ എന്താ ചെയ്യേണ്ട? മൈനസ് ചെയ്യണം. സോ 8 - 3 എത്ര കിട്ടാം? 5 എന്ന് കിട്ടും അല്ലെ? സോ 5/5 ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അപ്പൊ 8/5 - 3/5 ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ അത് തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി വെക്കുന്നു. ദെൻ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ അവിടെ മൈനസ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ മൈനസ് ചെയ്യുന്നു, പ്ലസ് ആണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ പ്ലസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ പണി. ഓക്കെ അല്ലേ? ഇവിടെ 8/5 + 3/5 ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും ആൻസർ? 8/5 + 3/5 ആണെങ്കിൽ യെസ്, 5 തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നു അല്ലെ? 8 + 3 എത്രയാ? 11/5 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 × 2/3 അല്ലെ? ഭിന്നസംഖ്യകളെ തമ്മിൽ ഗുണിക്കാൻ പറയുമ്പോൾ, ഫ്രാക്ഷൻസിനെ തമ്മിൽ ഗുണിക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണോ 5 എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ നമുക്ക് അതിനെ ഫ്രാക്ഷൻ ആക്കി വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോ 5/1 എന്ന് എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഫ്രാക്ഷൻ ആക്കുന്നു എന്ന് മാത്രം. 5/1. എങ്ങനെയാണ് നമ്മളെ ഫ്രാക്ഷൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം? ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ടും അല്ലെ, ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതിയ പണി കഴിഞ്ഞു അല്ലെ? അപ്പൊ സിമ്പിൾ ആണ് ആ ചോദ്യത്തിന്റെ ആൻസർ. 5 × 2 അല്ലെ? പിന്നെ താഴെ ഈ 1 ഉണ്ട് എന്നുള്ളത് എടുക്കൊന്നും വേണ്ട, ആ 3 എഴുതി വെച്ചാലും മതി. 10/3 എന്ന് എഴുതി വെച്ചാൽ മതി. കാരണം 1 × 3 ഗുണിച്ചാൽ 3 തന്നെ കിട്ടാം അല്ലെ? 3 10/3. ഇപ്പൊ ഇവിടുന്ന് വേണമെങ്കിലും ഇതിനെ തമ്മിൽ ഗുണിച്ച് 5 × 2 10/3 എന്ന് എഴുതിയാലും മതി. ഇങ്ങനെ /1 എന്ന് എഴുതണം, 5/1 എന്ന് എഴുതണം ഒരു നിർബന്ധമില്ല. ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 10/3 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യും, നേരെ മുകളിലുള്ള സാധനങ്ങളെ തമ്മിൽ ഗുണിച്ച് മുകളിൽ, താഴെയുള്ള സാധനങ്ങളെ തമ്മിൽ ഗുണിച്ച് താഴെ എഴുതിയാൽ മതി. സിമ്പിൾ. അടുത്ത 5 3/5 + 2 2/5 എന്താണ് സാധനം? നമുക്കറിയാം, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം, മിക്സ്ഡ് ഫ്രാക്ഷനെ ആഡ് ചെയ്യാൻ കുറെ പേര് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താന്ന് ചോദിച്ചാൽ, ഇതിനാദ്യം ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെ? 5 × 5 25, 25 + 3 28/5 + 2 × 5 10, 10 + 2 12/5 എന്നൊക്കെ എഴുതിയതിനു ശേഷം അതിനെ രണ്ടിനും തമ്മിൽ ആഡ് ചെയ്തതിനു ശേഷം പിന്നെ അതിനെ വീണ്ടും എന്തിലേക്ക് മാറ്റും? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നു മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതിനെ നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴോ മൈനസ് ചെയ്യുമ്പോഴോ ഇൻറ്റു ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിലെ പൂർണ്ണ സംഖ്യകളെ തമ്മിൽ ജസ്റ്റ് ആദ്യം എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് അല്ലേ ചെയ്യാൻ പറഞ്ഞത്. സോ 5 + 2 5 + 2 എത്രയാ 7 എന്ന് കിട്ടും. അപ്പൊ അതിലെ പൂർണ്ണ സംഖ്യകൾ മാത്രം കൂട്ടി അടുത്തത് ഏതിനെ തമ്മിൽ കൂട്ടണം, 3/5നെയും 2/5നെയും നമ്മൾ കൂട്ടണം അല്ലെ. 3/5 + 2/5 എത്രയായിരിക്കും കിട്ടുക, അതായത് ഇവിടെ കിടക്കുന്ന 3/5നെയും ഇവിടെ കിടക്കുന്ന 2/5നെയും നമ്മൾ സെപ്പറേറ്റ് കൂടണം. സോ അപ്പൊ എത്ര കിട്ടും, 7 + 3/5 + 2/5 നമ്മൾ ഇപ്പൊ കണ്ടോളൂ അല്ലെ. 5 ആണ് ഡിനോമിനേറ്റർ രണ്ടിന്റെയും. സോ 5 തന്നെ നമ്മൾ ആൻസറിലെയും ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. ദെൻ 3 2 തമ്മിൽ ആഡ് ചെയ്യണം. 3 2 കൂട്ടി എത്ര കിട്ടുക, 5 അല്ലെ. അപ്പൊ 7 + 5/5ന്റെ ആൻസർ എത്രയാ 1. സോ 7 + 1 = എത്രയെന്ന് കിട്ടും, 8 എന്ന് കിട്ടും അല്ലെ. നിങ്ങൾ മറ്റേ രീതിയിൽ ചെയ്താലും 8 തന്നെ ആൻസർ കിട്ടാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 + 2 7 ആണെന്നും 3/5 + 2/5 നമുക്ക് 5/5 ദാറ്റ് ഈസ് 1 ആയിരിക്കും വരിക എന്നുള്ളത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 + 2 7 പിന്നെ 3/5 2/5 കൂട്ടിയാ ഒന്നും കൂടെ കൂട്ടും 8 ആയിരിക്കും ആൻസർ എന്നുള്ളത് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഓക്കെ, മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴേക്ക് സമയം പോവും. അപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ നിങ്ങൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് അതിലെ പൂർണ്ണ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്തിട്ട് ദെൻ ബാക്കിയുള്ള രണ്ട് സംഖ്യകളെ തമ്മിൽ എന്താ മീൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് വെക്കുക. ഭിന്ന സംഖ്യകളെ സെപ്പറേറ്റ് ആഡ് ചെയ്യുക. മൈനസ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, പൂർണ്ണ സംഖ്യകളെ സെപ്പറേറ്റ് മൈനസ് ചെയ്യുക, ഭിന്ന സംഖ്യകൾ സെപ്പറേറ്റ് മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, 10 5/7 - 7 2/7 എന്നാണ് വന്നേക്കുന്നത് അല്ലെ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, മൈനസ് ആയതുകൊണ്ട് 10 - 7 എത്ര കിട്ടും, 3 അല്ലെ. അടുത്തത് 5/7, അപ്പൊ ഇവിടെ പ്ലസ് ഇട്ടോളൂ കേട്ടോ. ഇവിടെ എങ്ങനെ എന്തുകൊണ്ട് പ്ലസ് വന്നു എന്ന് ചോദിച്ചാൽ 10 5/7ന്റെ ചിഹ്നം പ്ലസ് ആണ്. കാരണം ഫ്രണ്ടിൽ ചിഹ്നം ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, പ്ലസ് ആണ്. അപ്പൊ നമ്മൾ 5/7 എഴുതും പ്ലസ് 5/7 എന്ന് എഴുതാം ആൻഡ് -2/7 എന്ന് എഴുതാം. കാരണം ഇതിന്റെ ഫ്രണ്ടിലുള്ള ചിഹ്നം മൈനസ് ആണ്. അത് 7 മാത്രമല്ല ബാധകം, 2/7 മൈനസ് ബാധകമാണ്. അപ്പൊ -2/7 എന്ന് എഴുതാം. ഓക്കെ, 3 പ്ലസ് എത്രയായിരിക്കും, 5/7 - 2/7. യെസ്, 5 - 2 എത്ര കിട്ടും, 3 താഴെ 7 അല്ലെ. അപ്പൊ അങ്ങനെ 3 + 3/7 എന്ന് വന്നു. 3 + 3/7 ആൻസർ എത്രയായിരിക്കും, 3/7 ആയിരിക്കും. അവിടെ 3 + 3/7 ആണെങ്കിൽ 3/7 എന്ന് എഴുതാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ, 3/7. ഓക്കെ, സിമ്പിൾ അല്ലേ, എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററുമായി ബന്ധപ്പെടുത്താൻ പറ്റുമെങ്കിൽ അല്ലെ അതേപോലെ സെയിം റിലേഷൻഷിപ്പ് വരുന്നത് താഴെ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തൊക്കെയാ നമുക്കറിയാം. ഒരു ഫ്രാക്ഷന്റെ മുകളിൽ എഴുതുന്ന സംഭവത്തെയാണ് ന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ മുകളിൽ എഴുതുന്നതിനെ ന്യൂമറേറ്റർ എന്നും താഴെ എഴുതുന്നതിനെ നമുക്കറിയാം എന്താണ് നമ്മൾ വിളിക്കുക, ഡിനോമിനേറ്റർ എന്നുമാണ് വിളിക്കുക എന്ന് നമുക്കറിയാം അല്ലെ. ഒരു ഫ്രാക്ഷന്റെ ഏറ്റവും മുകളിൽ എഴുതുന്ന സംഖ്യയെ ന്യൂമറേറ്റർ എന്നും താഴെ എഴുതുന്നതിനെ ഡിനോമിനേറ്റർ എന്നും വിളിക്കും. അപ്പൊ ഇതേ കൺസെപ്റ്റ് വരുന്ന ഫ്രാക്ഷനും ഡെസിമലും തമ്മിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണോ, മുകളിലും താഴെയായിട്ട് വരുന്ന സാധനമാണോ, ഒരിക്കലും അല്ല അല്ലെ. ഫ്രാക്ഷൻ വേറെ ഡെസിമൽ വേറെ. ഡിവിസറും കോഷ്യന്റും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടോ, നോക്കാം കേട്ടോ. ഡിവിസർ കോഷ്യന്റ് ഡിവിഡന്റ് ഡിവിസർ അവിടെ നിൽക്കട്ടെ. ടോപ്പും ബോട്ടവും തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ, ടോപ്പും ബോട്ടവും മേ ബി നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും അല്ല, അതിനിടയ്ക്ക് കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം അവിടെ നിൽക്കട്ടെ. ഇനി ഡിവിഡന്റും ഡിവിസറും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ ഓക്കെ, ഇപ്പൊ 10/2 നമ്മൾ ചെയ്യാം. നമുക്ക് എന്താ ആൻസർ കിട്ടുക, 5 എന്ന ആൻസർ കിട്ടും അല്ലെ. ദെൻ 10 0 എന്ന് കിട്ടും. അതില് ഈ മുകളിൽ എഴുതുന്ന ഈ 10നെ നമ്മൾ ഡിവിഡന്റ് എന്ന് വിളിക്കും. ഓക്കെ, എന്തിനാണോ ഹരിക്കുന്ന അതിനെ ഡിവിഡന്റ് എന്നും ഈ രണ്ടിനെ നമ്മൾ ഡിവിസർ എന്നും വിളിക്കും. ഓക്കെ, ഡിവിഡന്റ് ഡിവിസർ ആൻഡ് ദിസ് ഇസ് കോഷ്യന്റ്. ഓക്കെ, നമുക്ക് കിട്ടിയ ആൻസർ ഇല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കോഷ്യന്റ് എന്നാണ്. ആൻഡ് ദിസ് ഈസ് റിമൈൻഡർ. ഓക്കെ, നമുക്ക് കിട്ടുന്ന ശിഷ്ടത്തെ നമ്മൾ വിളിക്കുന്ന പേര് റിമൈൻഡർ എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, ഡിവിസറും കോഷ്യന്റ് ആണോ ഡിവിഡന്റും ഡിവിസർ ആണോ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? യെസ്, ഏതായിരിക്കും? ഇവിടെ 10/2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ 10നെ നമ്മൾ എന്താ വിളിക്കുക, ഡിവിഡന്റ് എന്നും വിളിക്കും. ആൻഡ് താഴെയുള്ളതിനെ എന്ത് വിളിക്കും, ഡിവിസർ എന്നും വിളിക്കും. ഇതേപോലെ തന്നെയല്ലേ നമ്മൾ ഫ്രാക്ഷൻ എഴുതാ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എഴുതാ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ, ഡിവിഡന്റ് ഈസ് ടു ഡിവൈസർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, സിമ്പിൾ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ,
ചോദ്യം എന്താണ്? ഹൗ മെനി 8s ആർ there in the following sequence which are preceded by 5 but not immediately followed by 3? Okay, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ നോക്കേണ്ടത് 8കളെയാണ്. ഓക്കെ, 8കളെ നോക്കണം. ആൻഡ് 8ന്റെ മുന്നിൽ എന്തുണ്ടായിരിക്കണം? 5 ഉണ്ടായിരിക്കണം അല്ലെ? പക്ഷെ 8 കഴിഞ്ഞ് എന്ത് വരാൻ പാടില്ല? 3 വരാൻ പാടില്ല. ഓക്കെ, 8ന് മുന്നിൽ 5ഉം വരണം, പക്ഷെ അതിന് ശേഷം 3ഉം വരാൻ പാടില്ല. അങ്ങനത്തെ എത്ര 8 ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. മുന്നിൽ എന്ത് വരണം? preceded by 5 എന്ന് പറഞ്ഞാൽ മുന്നിൽ 5 വരണം. ആൻഡ് നോട്ട് immediately followed by 3 എന്ന് പറഞ്ഞാൽ 8ന് ശേഷം 3 വരാൻ പാടില്ല. അപ്പൊ ഇതാണ് കണ്ടീഷൻ. 5ഉം 8ഉം വരണം. ഓക്കെ, ആൻഡ് ഇവിടെ 3 വരാനും പാടില്ല. ഇതാണ് കണ്ടീഷൻ. അപ്പൊ 5ഉം 8ഉം വരുന്ന അടുപ്പിച്ച് വരുന്നത് നിങ്ങൾ നോക്കൂ. 5 8 അതിന് ശേഷം 3 അല്ല 6 ആണ് അല്ലേ? പിന്നെ ഇത് വരുന്നുണ്ട്. അടുത്ത 5 8 എവിടെയാ വരുന്നത് നോക്കിക്കേ. 5 8 5 4 5 5 8 4. അപ്പൊ ഇത് രണ്ടാമത്താണ്. ഇനി എവിടെയെങ്കിലും 5ഉം 8ഉം അടുപ്പിച്ച് വരുന്നുണ്ടോ നോക്കി. 5ഉം 8ഉം യെസ്, 5 8 3. പക്ഷെ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? 5ഉം 8ഉം കഴിഞ്ഞിട്ട് പിന്നെ ഫോളോഡ് ബൈ 3 ആണ് വന്നേക്കണത്. സോ അത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. പിന്നെ ഏതാണ് 5ഉം 8ഉം അടുപ്പിച്ച് വരുന്നത്? യെസ്, 5 8 7. അപ്പൊ ഇത് വരുന്നുണ്ട്. അടുത്ത 5 8 2 ഇതും വരുന്നുണ്ട് അല്ലെ? അപ്പൊ എത്ര എണ്ണം വരുന്നുണ്ട്? 5 8 6, 5 8 4, രണ്ടാമത്തെ, മൂന്നാമത്തെ 5 8 7, നാലാമത്തെ 5 8 2. അപ്പൊ എത്ര എണ്ണമാണ് മൊത്തത്തിൽ വരുന്നത്? 4 എണ്ണമാണ് മൊത്തത്തിൽ വരുന്നത് അല്ലെ? 8ന് മുന്നിൽ എന്ത് വരണം? 5 വരണം. പ്രിസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ അതാണ്. മുന്നിൽ 5 വരണം. ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇമ്മീഡിയറ്റ്ലി നോട്ട് ഫോളോഡ് ബൈ എന്നാണ്. സോ 3 വരാനും പാടില്ല എന്നാ പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെ വരുന്ന സാധനങ്ങൾ എത്ര നാള്? 4 എണ്ണാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റിലേക്ക് പോവാം. ഇവിടെ എന്താ പറഞ്ഞേക്കണത്? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹോബിയെ നമ്മൾ IOBY എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ലോബിയെ നമ്മൾ LOBBY നെ നമ്മൾ എന്തായിട്ട് കോഡ് ചെയ്തിരിക്കുന്നു? MOBY ആയിട്ട് കോഡ് ചെയ്തിരിക്കുന്നു അല്ലെ? മോബി എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഹോബിയെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മള് റിലേഷൻ നോക്കണം. Hന് പകരമായി കോഡ് ചെയ്തിരിക്കുന്നു. H കഴിഞ്ഞിട്ടാണോ I വരിക? Hന് മുമ്പാണോ I വരിക? H കഴിഞ്ഞാണ് I വരിക അല്ലെ? GHI അല്ലെ? യെസ്. പിന്നെ ഓന് O തന്നെ കോഡ് ചെയ്തിരിക്കുന്നു. 2 ബികൾക്ക് പകരം ഒരു ബിയും വൈക്ക് പകരം വൈയും കോഡ് ചെയ്തിരിക്കുന്നു. അടുത്തത് നോക്കൂ. LM, L കഴിഞ്ഞ് തൊട്ടടുത്തുള്ള M കോഡ് ചെയ്തിരിക്കുന്നു. ഓന് O തന്നെ കോഡ് ചെയ്തിരിക്കുന്നു. 2 ബികൾക്ക് പകരം ഒരു ബിയും വൈക്ക് പകരം വൈയും കോഡ് ചെയ്തിരിക്കുന്നു അല്ലെ? അപ്പൊ ബോബിക്കോ ബി കഴിഞ്ഞ ഏതാ വരിക? C വരും, പിന്നെ O വരും, 2 ബിക്ക് പകരം ഒരു ബി വരും, then വൈയും വരും. അപ്പൊ ഏതാ വരിക? COBY അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? COBY അല്ലെ? നോക്കൂ എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത് എന്നുള്ളത് അല്ലെ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്നുണ്ട് അല്ലെ? നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ആൻസേഴ്സ് ആണ് ഇതൊക്കെ അല്ലെ? പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ വീഡിയോ സീരീസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ആൻസേഴ്സ് കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 6 3/7 പ്ലസ് 7 6/7. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. ആൻഡ് ഇവിടെ ഇനി കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ ഒറ്റയടിക്ക് നമ്മൾ ഇത്രയും നേരം ചെയ്തതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ. അപ്പൊ എന്താണ് ആദ്യം ഇവിടെ ചെയ്യേണ്ടത്? നമുക്കറിയാം ഏതാണ് ഏത് ഫ്രാക്ഷൻസ് ആണ്? യെസ്, നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ്. സോ 6 3/7 പ്ലസ് 7 6/7 എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? പ്ലസ് ആയതുകൊണ്ട് 6ഉം 7ഉം തമ്മിൽ കൂട്ടും. 6ഉം 7ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടാ? 13 കിട്ടും. പ്ലസ് അടുത്തത് 3/7നെയും 6/7നെയും നമ്മൾ സെപ്പറേറ്റ് കൂട്ടുന്നു. അപ്പൊ എത്ര കിട്ടും? 13 പ്ലസ് 3/7 പ്ലസ് 6/7 സെയിം ഡിനോമിനേറ്റർ ആണ് 7 അല്ലെ? 3ഉം 6ഉം തമ്മിൽ പ്ലസ് ചെയ്യണം. അപ്പൊ 3ഉം 6ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടാ? 9 കിട്ടും. 13 പ്ലസ് 9/7 എന്ന് പറയും. പക്ഷേ 13 9/7 ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്തത്? നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ചെയ്തതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് ആണ്. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ ഇതാണ്. നമ്മൾ ഒരു മിക്സ്ഡ് ഫ്രാക്ഷന്റെ രൂപം എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ, ഒരു പൂർണ്ണസംഖ്യ പ്ലസ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഒരു ഹോൾ നമ്പർ പ്ലസ് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2.5 3.5 4.5 എന്നൊക്കെ പറയുമ്പോൾ 4.25 എന്നൊക്കെ പറയുമ്പോൾ എന്താണ്?
പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഇവിടെ 3/4 എന്ന് പറയുന്നത് അല്ലെ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? മുകളിൽ ചെറിയ സംഖ്യയും താഴെ വലിയ സംഖ്യയും, ന്യൂമറേറ്റർ ആയിട്ട് ചെറിയ സംഖ്യയും ഡിനോമിനേറ്റർ ആയിട്ട് വലിയ സംഖ്യയും വരണം. അപ്പൊ ഹോൾ നമ്പറും വരണം, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ വരണം. ഇവിടെ അങ്ങനെയാണോ വന്നിരിക്കുന്നത് നോക്കി. ഹോൾ നമ്പർ ഓക്കെ, 13 ഓക്കെ. 9/7 എന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? മുകളിൽ ചെറുത് താഴെ വലുതാണോ? അല്ല, ഇവിടെ നേരെ തിരിച്ചാണ് അല്ലെ. മുകളിൽ വലുതും താഴെ ചെറുതുമാണ്. അപ്പോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? 9/7 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 9/7 നമുക്കറിയാം, 9/7 എത്ര പ്രാവശ്യം പോവും? 9/7 ഒരു പ്രാവശ്യം പോവും അല്ലെ. 7 പോയി. 9 പോയപ്പോ ബാക്കി എത്രയും ശിഷ്ടം? 2 ശിഷ്ടം. അത് മുകളിൽ എഴുതി, ബൈ 7 താഴെ എഴുതി. അപ്പൊ 9/7 ഹരിക്കാം 9 ഒരു പ്രാവശ്യം പോവും, 7 7 അല്ലെ. ബാക്കി 2 ശിഷ്ടം, അത് മുകളിൽ എഴുതി, ബൈ 7 താഴെ എഴുതി. ദാറ്റ് ഈസ് 13 പ്ലസ് 1 2/7 ആണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ എന്തൊക്കെ തമ്മിൽ കൂട്ടാം? 13 ഒന്നും കൂട്ടാം, 14 എന്ന് ആൻസർ കിട്ടും. 14 2/7. നോക്കൂ, 2/7 പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? മുകളിൽ ചെറുത് താഴെ വലുതല്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 14 2/7 ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. കണ്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് ജസ്റ്റ് ആലോചിക്കേണ്ട കേസ് ഇതാണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപം എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ കൂടി ചേരുന്ന രൂപമായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യേണ്ടി വരിക? ബോഡ് മാസ് അല്ലെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ബോഡ് മാസ് ആണ് ചെയ്യേണ്ടി വരിക. സോ ഇവിടെ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഈ ഡിവൈഡർ ബൈ 3 ചെയ്യണം, ഇവിടെയും ഡിവൈഡർ ബൈ 3 ചെയ്യണം. യെസ്. അപ്പൊ എത്ര കിട്ടും? 6/3 2 എന്ന് കിട്ടും അല്ലെ. നമുക്ക് ഇവിടെ പ്ലസ് ഉള്ള ഭാഗങ്ങളും മൈനസ് ഉള്ള ഭാഗങ്ങളും സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, 6/3 ആൻസർ 2 എന്ന് കിട്ടും. ആൻഡ് 12/6 ആൻസർ 2 എന്ന് കിട്ടും അല്ലെ. യെസ്. ഇരട്ടി അല്ലേ? 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12. പിന്നെ എന്ത് ചെയ്യണം? 12 മൈനസ് 2 നമുക്കറിയാം ആണ്, പ്ലസ് 2 ഇൻറ്റു 2 4 മൈനസ് 4 പ്ലസ് 4 മൈനസ് 4 4 14 4 പോയാൽ എത്ര കിട്ടാ? അല്ലെങ്കിൽ 4 4 പോയാൽ 0. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 10 മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ക്ലിയർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ 6 3/5 മൈനസ് 4 2/3 അല്ലേ. കുറയ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സാധാരണ നമുക്ക് കുറയ്ക്കാൻ അറിയാം. 6ന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്കറിയാം 2 ആണ് കിട്ടും. പിന്നെ എങ്ങനെ എഴുതും? 3/5 നമ്മൾ പ്ലസ് 3/5 എന്ന് എഴുതി, കാരണം ഇവിടെ 3/5 ചിഹ്നം പ്ലസ് ആണ് അല്ലെ. പിന്നെ 2/3 ചിഹ്നം ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് 2/3 എന്ന് എഴുതി. ഇനി ഇവിടെ നമ്മൾ 2 പ്ലസ് എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റൂ, കാരണം സെയിം ഡിനോമിനേറ്റർ അല്ല അല്ലെ. ഒന്നിൽ 5 ആണ്, മറ്റേൽ 3 ആണ്. സെയിം ഡിനോമിനേറ്റർ അല്ലാത്തത് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ ഗുണിക്കാം? 3 ഇൻറ്റു 3 9 മൈനസ് 5 ഇൻറ്റു 2 10 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3 15 എന്ന് കിട്ടും അല്ലെ. താഴെ 5 ഇൻറ്റു 3 ഗുണിക്കുമ്പോൾ 15 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ 2 പ്ലസ് 9 മൈനസ് 10 എത്രയാ? -1 ആണ് അല്ലെ. 9 മൈനസ് 10 -1 അല്ലേ. -1/15 ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കണം അല്ലെ. 2 മൈനസ് പ്ലസ് പ്ലസ് കഴിഞ്ഞിട്ട് -1/15 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. സോ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ആൻസറിൽ ചെറിയൊരു ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ 2 1/10 1 1/10 1 9/10 ഇങ്ങനെയായിരുന്നു തന്നത്. ഓക്കെ, ആൻസറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ 9 മൈനസ് -1 താഴെ എത്ര കിട്ടും? 15 എന്നാണ് കിട്ടുക കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് 2 പ്ലസും മൈനസും കൂടി ചേരുമ്പോൾ -1/15 എന്നാ കിട്ടാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം കിട്ടിയ ക്വസ്റ്റ്യൻസിലൊക്കെ 2 പ്ലസ് 1/15 അല്ലെങ്കിൽ 3 പ്ലസ് അങ്ങനെയായിരുന്നു വന്നത് അല്ലെ. ഈ 2 മൈനസ് വന്ന ഒരു സാധനം നമുക്ക് ഓർമ്മയില്ലല്ലോ. ഇല്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ എഴുതാനും പറ്റില്ല. 2 1/15 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എന്താ? 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 പ്ലസ് അരയാണ്. ഓക്കെ, 3 പ്ലസ് അരയാണ് നമ്മൾ 3.5 എന്ന് എഴുതുന്നത്. 3 മൈനസ് അരയെ നമുക്ക് 3.5 എന്ന് എഴുതാൻ പറ്റുമോ? അതിന് നമുക്ക് 2.5 എന്ന് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. 3 മൈനസ് അരയെ 2.5 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ, 3.5 എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. 3ഉം അരയും കൂടെ കൂട്ടുന്നത് വന്നാൽ മാത്രമേ അതിനെ നമുക്ക് 3.5 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 2 മൈനസ് 1/15 നമുക്ക് 2 1/15 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അതിന് എന്ത് വരണം? 2 1/15 വരണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട എളുപ്പത്തിലുള്ള മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് ഇത് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത് അങ്ങനെ വന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കേസ് എന്താന്ന് വെച്ചാൽ 2ൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കാം. ഓക്കെ, 2ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടാ? 1 എന്ന് എഴുതാം. ഓക്കെ, 2ൽ നിന്ന് 1 കുറച്ച് 1 അല്ലേ. ഇപ്പൊ ഇവിടെ 10 ആണ് വരുന്നെങ്കിൽ 10ൽ നിന്ന് 1 കുറച്ചിട്ടുള്ള 9 എഴുതാം. 8 ആണ് വരുന്നെങ്കിൽ 8ൽ നിന്ന് 1 കുറച്ചിട്ടുള്ള 7 എഴുതാം. 15 ആണ് വരുന്നെങ്കിൽ 15ൽ നിന്ന് 1 കുറച്ചിട്ട് 14 എഴുതാം. അപ്പൊ പൂർണ്ണസംഖ്യയിൽ നിന്ന് 1 കുറച്ച് ഒരു സംഖ്യ അവിടെ എഴുതാം. ഓക്കെ, എന്നിട്ട് അടുത്ത പരിപാടി
ഈ 1/15 പകരം നിങ്ങൾ നോക്കുക ഈ ഒന്നിന്റെ ഒപ്പം എന്ത് കൂട്ടിയാലാണ് 15 കിട്ടുക? താഴത്തെ ഡിനോമിനേറ്റർ കിട്ടുക. ഒന്നിന്റെ ഒപ്പം എന്ത് കൂട്ടിയാലാണ് 15 കിട്ടുക? നമുക്കറിയാം 14 കൂട്ടിയാലാണ് 15 കിട്ടുക എന്നറിയാം അല്ലെ? അപ്പോ 1/14 താഴത്തെ ആൻസർ എത്രയായിരിക്കും? 15 എന്നുള്ളതായിരിക്കും വരിക. അപ്പൊ 1/14/15. ഓക്കെ, താഴത്തെ 15 എഴുതാം. ഈ ഒന്നിന്റെ ഒപ്പം എന്ത് കൂട്ടിയാലാണ് 15 കിട്ടുക എന്ന് നോക്കുക. നമുക്കറിയാം 14 ആണ്. സോ 1/14/15 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇതിന് ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടുത്തെ ആൻസർ 1/14/15 ആണ്. ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, സോറി. അങ്ങനെ ഓപ്ഷൻ ഇട്ടേനെ. ഇവിടുത്തെ ആൻസർ എത്രയാ? 1/14/15 ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 2ന്ന് 1/15 നമ്മൾ സാധാരണ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാന്നുള്ളതാണ്. പിന്നെ സംഖ്യകളെ കുറയ്ക്കാൻ അറിയില്ലേ? എന്താ ചെയ്യാ ഇവിടെ? 2/1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പൊ എന്താ ചെയ്യാം? ഈ 2 10, സോറി ഈ 2 അല്ല, 2 × 15 30 മൈനസ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഉള്ളത് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 15 15 എന്ന് കിട്ടും. അപ്പൊ 30 ഒന്ന് പോയാൽ എത്ര കിട്ടാ? 29 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 29/15. 29/15 നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് എന്ത് ഫ്രാക്ഷൻ ആണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഓപ്ഷനിൽ എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ? 29/15 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യമല്ലേ പോവാ? 29 15 ഒരു 15 15 വെക്കണം. 29 15 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുക? 14 ബാക്കി ഉണ്ടാവും. സോ 1/14/15. ഓക്കെ, അതല്ലേ നമുക്ക് അവിടെയും കിട്ടിയേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മെത്തേഡിൽ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഇനി തീരെ കിട്ടുന്നില്ല, അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറച്ചിട്ട് കൺവേർട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഒരിക്കലും 2 - 1/15 വരുന്നതിനെ 2 1/15 എന്ന് എഴുതരുത്. ഓക്കെ, 2 1/15 എന്ന് എഴുതിയാൽ ആ ആൻസർ തെറ്റാണ്. ഓക്കെ ആണല്ലോ? യെസ്, ഇവിടെ 2 1/10 ആയിരിക്കും ആൻസർ എന്നുള്ള ലെവലിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പക്ഷെ അതല്ല. ഓക്കെ, 2 - 1/10 വരികയാണെങ്കിൽ ഉള്ള സംഭവമാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് ഓപ്ഷനിൽ. ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ ആൻസർ ഈസ് 114/15. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തു വന്നപ്പോ ഇവിടെ ഇങ്ങനെയാണ് വന്നെങ്കിലും നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത് ഒരു ചെറിയ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. 3 - 2/13 വന്നു എന്ന് വിചാരിക്കാം. 3 - 2/13. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 3ന്ന് 1 കുറച്ചിട്ടുള്ള അല്ലെ? 3ന്ന് 1 കുറച്ചിട്ടുള്ള 2 ആദ്യം എഴുതുക. ദെൻ ഈ 2 13 ആവാൻ എത്ര വേണം നോക്കാം. 2 എന്ത് കൂട്ടിയാലാ 13 കിട്ടുക? യെസ്, 11 കൂട്ടിയാലാ 13 കിട്ടുക അല്ലെ? അപ്പൊ 2 11/13 ആയിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ ആണ്. അവിടെ എത്രയാണോ പൂർണ്ണസംഖ്യ വന്നിരിക്കുന്നത് അതിൽ നിന്ന് 1 കുറച്ച് അവിടെ എഴുതി. ദെൻ എന്ത് ചെയ്യണം? ആ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവാൻ എത്ര വേണം നോക്കുക. അത് മുകളിൽ എഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതേപോലെ താഴെ എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 1/5 ഇൻറ്റു 1 3/4 അല്ലെ? അപ്പൊ നമുക്കറിയാം മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഓരോ മിക്സ്ഡ് ഫ്രാക്ഷനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? ഏറ്റവും ആദ്യത്തെ പരിപാടി എന്താ? 2നെ 5 കൊണ്ട് ഗുണിക്കണം അല്ലെ? 2 × 5 ആ 10ന്റെ ഒപ്പം ഈ 1 കൂട്ടണം. 10ന്റെ ഒപ്പം 1 കൂട്ടിയാൽ എത്ര കിട്ടും? 11. അപ്പൊ 11/5 എന്ന് നമ്മൾ എഴുതി. ഇപ്പൊ 2 1/5ന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 11/5. ഓക്കെ, 2നെ 5 കൊണ്ട് ഗുണിച്ചു 10 കിട്ടി. 10ന്റെ ഒപ്പം 1 കൂട്ടി 11 കിട്ടി. 11/5 ഇൻറ്റു 1 3/4 ഇതേപോലെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി. എന്താ ചെയ്യേണ്ടത്? 1നെ 4 കൊണ്ട് ഗുണിക്കുക. 1 4 4 അല്ലെ? 4ന്റെ ഒപ്പം 3 കൂട്ടുക. 4 3 എത്രയാ? 7/4 അല്ലെ? ഇനി നമുക്ക് ഇങ്ങനെ വല്ലതും 11ലും 4ലും വല്ലതും വെട്ടിപ്പോവോ? 5ലും 7ലും വല്ലതും വെട്ടിപ്പോവോ എന്ന് നമുക്ക് നോക്കാം. ഇൻറ്റു ആവുമ്പോൾ മാത്രം ഒന്നും വെട്ടിപ്പോകാനില്ല അല്ലെ? അപ്പൊ നമ്മൾ ഇനി നേരിട്ട് ഗുണിക്കാം. 11 × 7 77/5 × 4 20. കാരണം ഫ്രാക്ഷൻസിനെ ഗുണിക്കുമ്പോൾ എങ്ങനെ ഗുണിക്കുന്നത്? ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ട് ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ടുമാണ് ഗുണിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 77/20 എന്ന് കിട്ടി. അടുത്ത പരിപാടി എന്താ? 77/20നെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം അല്ലെ? അപ്പോ കാരണം ഇവിടെ എല്ലാം എന്ത് ഫ്രാക്ഷനിലാണ്? മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് ആൻസർ മൊത്തം അല്ലെ? അപ്പൊ നമുക്കറിയാം 77 20 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. 20 × 3 60 കിട്ടി. ബാക്കി 77ന്ന് 60 പോയപ്പോൾ ബാക്കി എത്രയാണ് ശിഷ്ടം? 17 ശിഷ്ടം ബൈ താഴെ 20 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 317/20. ഓക്കെ ആണല്ലോ? സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 3 17/20 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ
ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും നമ്മൾ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3.5 ഡിവൈഡഡ് ബൈ 1.3 അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇത് ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആൻസർ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ 3 2 6 അല്ലെ? ഹരിക്കലായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. 6ന്റെ ഒപ്പം 1 കൂട്ടി. അപ്പൊ 3 × 2 6, 6 + 1 7, 7/2 ഹരിക്കണം അല്ലെ? 3/4 കൺവേർട്ട് ചെയ്യുമ്പോൾ 1 4 4 4 3 7 അല്ലെ? 7/4 എന്ന് വരും. അപ്പോ 7/2 നമ്മൾ അങ്ങനെ എഴുതി. ഹരിക്കലിന് പകരം ഇൻറ്റു എഴുതി. 7/4 തിരിച്ചിടുക, ദാറ്റ് ഈസ് 4/7 അല്ലെ? അപ്പൊ എന്തൊക്കെ ക്യാൻസൽ ആയി പോവും? 7 7 ക്യാൻസൽ ആയി പോയി. ബാക്കി 4 2ൽ നമുക്കറിയാം 2 പ്രാവശ്യമാണ് പോവാ. സോ ദ ആൻസർ ഈസ് 2 അല്ലെ? ഇവിടെ എത്ര ആൻസർ കിട്ടുക? 2 ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3.5യുടെ പകുതി അല്ലേ 1.4 അല്ലെ? 4ന്റെ പകുതിയായിട്ടുള്ള 2 കൊണ്ട് 4നെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2 ആണ്. 6ന്റെ പകുതിയായിട്ടുള്ള 3 വെച്ച് നമ്മൾ 6നെ ഹരിക്കുമ്പോൾ എത്ര ആൻസർ കിട്ടുക? 2 ആണ് ആൻസർ കിട്ടുക അല്ലെ? അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 10ന്റെ പകുതിയായിട്ടുള്ള 5 വെച്ച് 10നെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2 ആണ് ആൻസർ കിട്ടുക. അപ്പൊ 3.5യുടെ പകുതിയായിട്ടുള്ള 1.4 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക? 2 ആയിരിക്കും ആൻസർ കിട്ടുക അല്ലെ? ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അവിടെ തന്നിരിക്കുന്ന 3.5യുടെ പകുതിയാണ് 1.4 എന്ന് കിട്ടുന്ന ഒരാൾ. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 5 1/3 പ്ലസ് 3 1/3 മൈനസ് 2 1/3 എല്ലാം കൂട്ടലും കുറയ്ക്കലും ആയതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? 5ഉം 3ഉം കൂട്ടാം 8 അല്ലെ? 8ന്ന് 2 കുറയ്ക്കാം. 8ന്ന് 2 കുറച്ച് എത്ര കിട്ടാം? 6 കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു 1/3 ഉണ്ട്, ഇവിടെ ഒരു -1/3 ഉണ്ട്, ഇവിടെ +1/3 ഉണ്ട്, -1/3 ഉണ്ട് അല്ലെ? 1/3 1/3 പോയ എത്രയാ? 0 ഒന്നുമില്ല അല്ലെ? 2ന്ന് 2 പോയാൽ 0 ആണെങ്കിൽ, 10ന്ന് 10 പോയാൽ 0 ആണെങ്കിൽ, 7ന്ന് 7 പോയാൽ 0 ആണെങ്കിൽ 1/3 1/3 പോയാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ബാക്കിയുള്ളത് പിന്നെ ഈ 1/3 മാത്രമല്ലേ ഉള്ളൂ. സോ അത് അവിടെ എഴുതുക. 6 1/3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ അല്ലെ? ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 6 1/3. അപ്പൊ 1/3 മൈനസ് 1/3 0 ആയി പോകുന്നു. ബാക്കി 1/3 മാത്രമേ ബാക്കി നിൽക്കുള്ളൂ എന്നുള്ളത് 5ഉം 3ഉം പിന്നെ അതിന് 2ഉം കൂടെ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5ഉം 3ഉം കൂട്ടി 2 കുറച്ച് കഴിഞ്ഞാൽ 6 ആണെന്ന് കിട്ടുന്ന ഒരാൾക്ക് ഇതിന്റെ ആൻസർ ശരിക്കും പറഞ്ഞു ഒരു സംഭവം പോലും എഴുതാതെ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്. സാധാരണ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഫ്രാക്ഷന് മേ ബി വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, നമ്മൾ വിചാരിക്കും ഇത് ഒരുപാട് ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. ശരി, ഓക്കെ, ഇതിന് ഞാൻ ഈ 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ആയിരുന്നു ചോദ്യം എന്ന് വിചാരിക്കാം. അതിന്റെ ആൻസർ എന്താണ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഈ ആൻസറിലേക്ക് വരാം. അപ്പൊ 1 - 1/2 എന്ന് പറയുമ്പോൾ ശരിക്കും 1.5 പോവാണ്, അരയാണെന്ന് അറിയാം അല്ലെ? 1.5 പോയ എത്രയാ? അരയാണ്. അരാന്ന് എഴുതി. ഇനി ഇവിടെ ഇൻറ്റു ആണ്. സോ ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഇൻറ്റു ആണെന്നാണ് അർത്ഥം. 1 - 1/3 ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 3 3 മൈനസ് ഓരോന്ന് 1 അല്ലെ? 3 - 1 എത്ര കിട്ടും? 2 ബൈ താഴെ 1 ഇൻറ്റു 3 3 എന്ന് കിട്ടും. ഇൻറ്റു അടുത്തത് 1 - 4 1ന്ന് 4 പോയ എത്രയാ? നമുക്കറിയാം 3/4 അല്ലെങ്കിൽ ഇങ്ങനെ ഗുണിച്ചോളൂ. 1 4 4 4 - 1 3 3/1 ഇൻറ്റു 4 4. സോ 3/4 എന്നും കിട്ടും. ഇതിലിനി വെട്ടിക്കളയാൻ എന്തൊക്കെ വെട്ടിക്കളയാൻ പറ്റും? 2ഉം 2ഉം വെട്ടിക്കളയാൻ പറ്റും, 3ഉം 3ഉം വെട്ടിക്കളയാൻ പറ്റും. ലാസ്റ്റത്തെ ആൻസർ എത്രയാ? 1/4 ആണ് അല്ലെ? ഇനി ഇതിൽ തന്നെ 1 - 1/2 ഇൻറ്റു 1 - 1/3 എത്രയായിരുന്നു എന്ന് നോക്കിക്കേ. 1 - 1/3 വരെ ഉള്ളെങ്കിൽ 1 - 1/2 നമുക്കറിയാം അരയാണ്. 1 - 1/3 നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ 2/3 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ആവും? 2 2 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 1/3. സോ നോക്കൂ, എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടുന്നുണ്ടോ? യെസ്, ഇവിടെ വരുന്ന ലാസ്റ്റ് വരുന്ന സാധനമാണ് ഇതിന്റെ ആൻസർ അല്ലെ? ഇവിടെയും ലാസ്റ്റ് വരുന്ന ഈ 1/3 തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 - 1/9 ആൻസർ എത്രയായിരിക്കും? എന്താണോ ഇവിടെ ലാസ്റ്റ് വരുന്നത് അതായിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ദാറ്റ് ഈസ് 1/9 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇത് നമ്മൾ ഓരോന്നിരുന്ന് ചെയ്യൊന്നും വേണ്ട.
ഓക്കെ. സോ ഇത് മനസ്സിലാക്കുക. അതായത് 1 മൈനസ് 1/2 എന്ന് തുടങ്ങി 1 മൈനസ് 1/3, 1 മൈനസ് 1/4, 1 മൈനസ് അങ്ങനെ പോകുന്ന ഏതൊരു സംഖ്യയുടെയും ആൻസർ എന്ന് പറയുന്ന സാധനം അവിടെ 1 മൈനസ് ലാസ്റ്റ് എന്താണോ വരുന്നത് അതായിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കണം കേട്ടോ. 1/2, 1/3, 1/4 ഇങ്ങനെ പോകണം. അങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റ് വരുന്ന ആൻസർ ആയിരിക്കും അതിന്റെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ആൻസർ എത്ര? 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും 1 മൈനസ് ഒരു മിനിറ്റ്. ഓക്കെ. എത്രയായിരിക്കും 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു 1 മൈനസ് 1/5 ഇങ്ങനെ പോയി. ഓക്കെ. 1 മൈനസ് 1/11. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും എന്നുള്ളത് ഒന്ന് ആൻസറിൽ കമന്റ് ചെയ്യോ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ചെയ്യുള്ളൂ. യെസ്. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയാം. ഓക്കെ. യെസ്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ സ്പീഡിൽ കണ്ടുപിടിച്ചോ എന്നുള്ളത് കൂടെ മെയിൻ ആയിട്ട് നോക്കണേ. കാരണം നമുക്ക് ആൻസർ കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് സമയം എടുത്ത് ആൻസർ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളത് എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചോ എന്നുള്ള കാര്യം കൂടെ എല്ലാവരും നോക്കണം. ഓക്കെ. അപ്പൊ അടുത്ത ടെസ്റ്റ് പേപ്പറിന്റെ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.